മാം, ഇപ്പോൾ പൊതുവിൽ ഒരുപാട് സ്ത്രീകൾക്ക് 40 വയസ്സ് കഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതനുസരിച്ചിട്ടുള്ള ഹോർമോണൽ ഇംബാലൻസസും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് ദൈനംദിന ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു? ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മെനോപോസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ പണ്ടൊക്കെ, അതായത് കുറച്ച് 2-3 വർഷങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ 2-3 ജനറേഷൻസിന് മുന്നേ, ഇപ്പം നമ്മളുടെയൊക്കെ അമ്മമാരെ എടുത്ത് അവരൊരു 50-55 വയസ്സൊക്കെ ആകുമ്പോഴാണ് അവർ മെനോപോസ് അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മളുടെ ഭക്ഷണ രീതിയും നമ്മളുടെ ജീവിതശൈലിയും മാറിയപ്പോൾ അത് കുറച്ച് നേരത്തെയായി. അപ്പോൾ ഈ മെനോപോസ് വരുന്നതിന് മുന്നേ ആയിട്ട് ഒരു പ്രീ മെനോപോസൽ സ്റ്റേജ് ഉണ്ട്. അപ്പോൾ അത് മുമ്പത്തെ സ്ത്രീകൾക്ക് ഒരു 50 വയസ്സ് തുടങ്ങുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അത് 40, 39, 35 വയസ്സ് കഴിയുമ്പം തന്നെ ആ ബുദ്ധിമുട്ടുകൾ വരും. ശരിക്കും ഈ പ്രീ മെനോപോസൽ സ്റ്റേജ് എന്ന് പറയുന്നത് തന്നെ ഒരു ഹോർമോണൽ ഇംബാലൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം, ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ, കുട്ടി പെൺകുട്ടിയാണെങ്കിൽ ജനിക്കുമ്പം തന്നെ ഇത്ര അണ്ടം, ഇത്ര എക്സ് അല്ലെങ്കിൽ ഇത്ര ഇതുണ്ടെന്നും പറഞ്ഞിട്ടാണ് ജനിക്കുന്നത്. ഇത്ര മില്യൺസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ഒരു പ്രായപൂർത്തിയാകുന്നത്, ഫസ്റ്റ് പീരീഡ്സ് ആകുന്നത് വരെയും കുറച്ച് റിലീസ് ആകും. അത് മെച്ചോർഡ് ആവത്തില്ല. അപ്പോൾ ആദ്യമായിട്ട് ഒരു അണ്ടം മെച്ചോർഡ് ആവുകയും അത് റിലീസ് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് മെനാർക്കി അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് പ്രായമാകുന്നത്. അപ്പോൾ അന്ന് തൊട്ട് എല്ലാ മാസവും ഓരോ എഗ്ഗായിട്ട് റിലീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഒരു 25-26 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ കല്യാണം കഴിക്കുന്നു, പിന്നെ കുട്ടികളുണ്ടാകുന്നു. അപ്പോഴാണ് നമ്മൾ ബീജമായിട്ട് ഉണ്ടായി കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. പിന്നെ അതിൻ്റെ ആ സമയത്തൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഹോർമോൺ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഈസ്ട്രജൻ ആണ്. അപ്പോൾ അതിൻ്റെ അളവ് കൂടി നമുക്ക് ആ മെച്യൂരിറ്റി അനുസരിച്ച് വരും. ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രീ മെനോപോസ് സ്റ്റേജ് ആകുമ്പോൾ ഈ ഈസ്ട്രജനിൻ്റെ അളവ് മാറും. ഈ അളവിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് കുറഞ്ഞിരിക്കാം. ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന മെയിൽ ഹോർമോൺ കൂടി വരും. അപ്പോൾ ഇത് എല്ലാം വരുമ്പോൾ ഇത് ഓരോ ഓർഗനെ അഫക്റ്റ് ചെയ്യും. ഈ ആദ്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന തൈറോയ്ഡ് ഓർഗനാണ്, നമ്മളെ കഴുത്തിലുള്ള തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ ഒരു രാജാവിനെ പോലത്തെ, എല്ലാ ഗ്ലാൻസിനെയും കൺട്രോൾ ചെയ്യുന്ന തൈറോയ്ഡ് ഹോർമോൺസ് ആണ്. അപ്പോൾ അത് ആ ഹോർമോണിൻ്റെ വ്യതിയാനം വരുമ്പോൾ നമുക്ക് നേരെ യൂട്രസ്, നമ്മളുടെ സ്ത്രീകളിലുള്ള യൂട്രസിനെ അത് ബാധിക്കും. അപ്പോൾ യൂട്രസിനെ ബാധിക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ഒരു കുറവുണ്ടാകും. ഇത് കാരണം എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിന് നമ്മൾ ഭക്ഷണത്തിൽ കൂടെയും അല്ലാതെയും നമ്മൾ അബ്സോർബ് ചെയ്യേണ്ട വൈറ്റമിൻസ്, മിനറൽസ് ഒന്നും കാര്യമായിട്ട് നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ഇപ്പോൾ കാൽഷ്യം ഡെഫിഷ്യൻസി വരുമ്പം എല്ലുകൾക്ക് ബലക്കുറവ് ഉണ്ടാകും. മെഗ്നീഷ്യം ഡെഫിഷ്യൻസി വരുമ്പോൾ നമുക്ക് ഉറക്കക്കുറവ്, പിന്നെ എന്താ ഞാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരുന്നത് എന്നൊരു സ്റ്റേജിലേക്ക് വരും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് മെയിനായിട്ട് ഈ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടുവരുന്നത്.